പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ ജീവൻ ജനഹിതം 2026 നമ്മോടൊപ്പം ചേരുകയാണ്. നിരവധി വാഗ്ദാനങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് പാലിക്കുമെന്ന് തന്നെ ഉറപ്പുണ്ട് കേരള ജനതയ്ക്ക്. എങ്ങനെയാണ്? അല്ല, ഞങ്ങൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ 2000 രൂപയിൽ നിന്ന് 3000 രൂപയാക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ചില സ്വപ്ന പദ്ധതികളുണ്ട്. എല്ലാം വെൽ പ്രിപ്പയർഡാണ്, പ്രോജക്റ്റാണ്. ഞങ്ങൾ 2 വർഷമായി കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഇതൊരു വെറും ഒരു ഡോക്യുമെൻ്റ് അല്ല. ഇത് ആരോഗ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, വ്യാവസായിക രംഗത്ത്, കാർഷിക രംഗത്ത് എല്ലാം പഠിച്ച് തയ്യാറാക്കിയിരിക്കുന്ന വിദഗ്ധരായ ആളുകളുടെ സഹായത്തോടു കൂടി തയ്യാറാക്കിയിരിക്കുന്ന ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി. ആദ്യമാണ്, ഫസ്റ്റ് ടൈം ഇൻ ദ കേരള ഹിസ്റ്ററി, ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ പ്രായോഗിക വശം, അതിൻ്റെ സാമ്പത്തിക വശം എല്ലാം ഞങ്ങൾ നന്നായി സ്റ്റഡി ചെയ്തിട്ടാണ്. ഇത് കേരളത്തെ മാറ്റിയെടുക്കും. ഇത് ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഞങ്ങളിത് നടപ്പാക്കും. അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിനൊരു മാറ്റം ഉണ്ടാകും, സമഗ്രമായ മാറ്റം ഉണ്ടാകും. തീർച്ചയായും യുവാക്കൾക്കും വനിതകൾക്കും പ്രത്യേകം പരിഗണന നൽകുന്ന ഒരു സർക്കാരാണ് UDF എന്ന് ഫ്രം ദ ബിഗിനിങ് താങ്കൾ പറയുന്നുണ്ട്. എങ്ങനെയായിരിക്കും അത്? ഉറപ്പായിട്ടും. കാരണം യുവാക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല തൊഴിൽ, സംരംഭങ്ങൾ തുടങ്ങാനുള്ള സഹായം ഇതെല്ലാം ഉണ്ടാവും. സ്ത്രീകൾക്ക് പ്രത്യേകമായ പ്രൊട്ടക്ഷൻ ഉണ്ടാവും, അവർക്ക് സപ്പോർട്ട് ഉണ്ടാവും. ഞങ്ങൾ ഈ കുടുംബശ്രീ സംവിധാനങ്ങളെല്ലാം അവരെ സാമ്പത്തികമായി സ്വയം പര്യാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് മാറ്റും. അപ്പോൾ സ്ത്രീകൾക്ക് ആരെ ആശ്രയിക്കാതെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് സ്വന്തം വരുമാനം ഉണ്ടാക്കി ജീവിക്കാൻ കഴിയുന്ന ചെയ്യാം. ഉറപ്പായിട്ടും. ഞങ്ങൾ ജനഹിതം തേടി നടന്നപ്പോൾ എല്ലാ ജനങ്ങളുടെ നിന്നും ഞങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്ക് UDF വന്നാൽ മറിയും എന്ന് തന്നെയാണ്. ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാകും. പ്രത്യേകിച്ച് സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുക, അവർ പ്രവർത്തിക്കുന്ന മേഖലകളിൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പ്രത്യേകമായി പരിഗണിക്കും. യുവജനങ്ങൾക്ക് പുറത്തു പോയി ജോലി ചെയ്യേണ്ടി വരില്ല എന്നുള്ള താങ്കളുടെ അതാണ്. അവർക്ക് ഇവിടെ വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റും. വിദ്യാഭ്യാസം നടത്തിക്കഴിഞ്ഞാൽ തൊഴിൽ അല്ലെങ്കിൽ സംരംഭം തുടങ്ങാനുള്ള സംവിധാനമാണ് വലിയ മേജർ പ്രോജക്റ്റായിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. ഒപ്പം തന്നെ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഒരു സ്വപ്നമാണ് കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവുന്നുള്ളത്. എങ്ങനെയാണ് കേരളത്തിലെ നേതാക്കൾക്ക് അതിനോടുള്ള ഒരു അപ്രോച്ച്? അല്ല, വനിതാ മുഖ്യമന്ത്രി വന്നാൽ നല്ല കാര്യം, ഞങ്ങളെല്ലാവരും അതിനെ പിന്തുണയ്ക്കും. സ്ത്രീ സംവരണം എത്രമാത്രം നമുക്കത് കൊടുത്തിട്ടില്ല. നമുക്ക് വേണ്ട രീതിയിൽ സ്ത്രീകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനതൊരു കുറ്റസമ്മതം നടത്തുകയാണ്. ഞാനത് അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല. സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള പരിഗണന കോൺഗ്രസ് ലിസ്റ്റിലില്ല. തീർച്ചയായും എല്ലാവർക്കും താങ്കളുടെ ഒരു പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഞങ്ങൾ ജനഹിതം തേടിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് തന്നെയാണത്. ആ ഒരു പ്രതീക്ഷ ഞങ്ങളും വച്ചു പുലർത്തും. ഉറപ്പായിട്ടുണ്ടാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ എൻ്റെ നിയോജകമണ്ഡലത്തിലാണെങ്കിലും ഞങ്ങൾ എല്ലാ സ്കീമും ചെയ്യുന്നത് സ്ത്രീകളെ ബേസ് ചെയ്തിട്ടാണ്. കാരണം ഇപ്പോൾ ഞങ്ങൾ 25 കോടി രൂപ ലോണായിട്ട് കൊടുത്തു സ്ത്രീകൾക്ക്. വട്ടിപ്പലിശക്കാരെ ഒഴിവാക്കുന്നതിന് വേണ്ടി കൊടുത്തതാണ്. അതിൻ്റെ തിരിച്ചടവെന്ന് പറയുന്നത് 100% സ്ത്രീകൾ തിരിച്ചടയ്ക്കുന്നത് പൈസ. അപ്പോൾ നമുക്ക് വീണ്ടും കൊടുക്കാൻ പറ്റും. വീണ്ടും